ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 9-ാം സങ്കീർത്തനം, അതിൻ്റെ 13-ാമത്തെ വാക്യം. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. സങ്കീർത്തനക്കാരൻ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവിനെ തൻ്റെ ന്യായപാലകനായി ആശ്രയിപ്പാൻ ഇടയായി. കർത്താവിനെ തൻ്റെ ന്യായാധിപനും നീതി കർത്താവുമായി കാണാനും വിശ്വസിക്കാനും കഴിഞ്ഞതുകൊണ്ട് സങ്കീർത്തനക്കാരനെ മരണവാതിലുകളിൽ നിന്ന് സിയോൻ പുത്രിയുടെ പടിവാതിലുകളിലേക്ക് മാറ്റുന്ന ദൈവത്തെക്കുറിച്ചാണ് 13-14 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ ന്യായാധിപനായ ദൈവത്തിൻ്റെ വിടുതലാണിത്. നമ്മെ മരണവാതിലുകളിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, സിയോന്റെ പടിവാതിലുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. മരണവാതിലുകളിലേക്ക് യാത്ര ചെയ്യുന്നവരെ ദൈവം പിടിച്ചെടുത്ത് നിത്യജീവങ്കിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ കൂട്ടത്തിലാക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. സങ്കീർത്തനക്കാരൻ ദൈവത്തെ നീതിയുള്ള ന്യായാധിപനായി ചിത്രീകരിച്ചിരിക്കുന്നു. നീതിയുള്ള ന്യായാധിപൻ നമ്മെ വിടുവിക്കുന്നു, നമ്മുടെ അവകാശത്തെ സംരക്ഷിക്കുന്നു, നമുക്ക് വേണ്ടി വാദിക്കുന്നു. അവനിൽ നമുക്ക് പ്രത്യാശയുണ്ട്. എന്നാൽ അവിടുത്തെ വിധികൾ എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിലായെന്ന് വരികയില്ല. നാം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കുകയുമില്ല അവിടുത്തെ വിധികൾ. അപ്രകാരം ചെയ്യുമ്പോൾ നാം ദൈവത്തിന്റെ നീതിയെയും ന്യായവിധിയെയും ചോദ്യം ചെയ്യുന്നവരായി തീരാറുണ്ട്. പ്രിയരെ, അവിടുന്ന് നമ്മെ പ്രതികൂലത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും വിടുവിക്കാതെ തന്നെ പകരം അതിലൂടെ നമ്മെ നടത്തുകയും അതിലൂടെ താൻ ജയമെടുക്കുകയും ചെയ്യുന്നുവെന്ന് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുവാനും അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിക്കുവാനും ദൈവത്തിൽ സന്തോഷിച്ചുല്ലസിക്കുവാനും അവിടുത്തെ നാമത്തെ കീർത്തിക്കുവാനും ഒരു ദൈവ പൈതലിന് കഴിയണം. കാരണം ഒരു ദൈവ പൈതലിന് വരുവാൻ പോകുന്ന യാതൊന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം താൻ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നുവെന്ന ഉറപ്പും ധൈര്യവും അനുദിനം ഒരു ദൈവ പൈതലിനെ നയിക്കുന്നു. അതിനാൽ പ്രിയരെ, 2021 ആ ഉറപ്പും ധൈര്യവും നാം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുവാനും അവിടുത്തെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാനും അവിടുത്തെ നാമത്തെ കീർത്തിപ്പാനും നമുക്ക് കഴിയും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രഭാതത്തിൽ തന്നെ വചനത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് പ്രതികൂലങ്ങളും വേദനകളും ഭാരങ്ങളും ഒക്കെ മുൻപിൽ വരുമ്പോൾ പിറുപിറുക്കുന്നവരായി പരാതി പറയുന്നവരായി തീരാതെ അങ്ങയുടേതായിരിക്കുന്ന നീതിയുള്ള ന്യായാധിപനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ കീഴ്പ്പെട്ട് വിധേയപ്പെട്ട് മുന്നേറുവാൻ ഞങ്ങളേവരെയും സഹായിച്ചാട്ടെ കർത്താവേ. അതുമാത്രവുമല്ല, പൂർണ്ണ ഹൃദയത്തോട് അങ്ങയെ സ്തുതിക്കുവാനും അവിടുത്തെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവാനും അവിടുത്തെ നാമത്തെ കീർത്തിപ്പാനും ദൈവമേ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഞങ്ങളെല്ലാവരെയും അതിനായിട്ട് ഒരുക്കിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. അലയുന്ന എന്നെ പതറാതെ നടത്തിടുന്ന അനുദിനവും, അഴലേറുമീ ഭൂവിൽ അലയുന്ന എന്നെ പതറാതെ നടത്തിടുന്ന അനുദിനവും, ലോകം വെറുക്കാതെ രോഗിയായി മാറാതെ സൗഖ്യമായി എന്നെ പരിപാലിക്കും. ലോകം വെറുക്കാതെ രോഗിയായി മാറാതെ സൗഖ്യമായി എന്നെ പരിപാലിക്കും. എല്ലാം എനിക്കായി കരുതുന്നവൻ നല്ലവൻ വല്ലവൻ യേശുനാഥൻ.